ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ പല വീഡിയോയിലും ആ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും, കുവൈത്ത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ യുദ്ധം ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അറേബ്യൻ രാജ്യങ്ങളെ ഈ യുദ്ധം ബാധിക്കുന്നുള്ളത്. അപ്പോൾ ഇനി ഈ യുദ്ധം അവസാനിക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം ഇത് നിരന്തരമായിട്ട് ഇതേ രീതിയിൽ സംഘർഷാവസ്ഥ തുടർന്നു പോയാൽ ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ക്ഷീണമുണ്ടാക്കും. അവരുടെ എക്കോണമിയെ മാത്രമല്ല, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ മാത്രമല്ല, അവരുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയെ കൂടി താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനുള്ള പരിഹാരങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അമേരിക്കയുടെ എംബസികൾ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അതിനപ്പുറം ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇറാൻ ഇതുവരെയും നടത്തിയിട്ടില്ല. ആ ഒരു സൂക്ഷ്മത ഇറാൻ കാണിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആരംകോയിലും ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിലുമൊക്കെ ആക്രമണം നടത്തിയത് മൊസാദ് ഏജന്റുമാരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ആ ആക്രമണം തങ്ങൾ നടത്തിയതല്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം മൊസാദ് ഏജന്റുമാർ സൗദി അറേബ്യയിലും ഖത്തറിലുമൊക്കെ കസ്റ്റഡിയിലായതായിട്ട് അമേരിക്കയുടെ ടെക്സൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവിടെയുള്ള ഒരു സാഹചര്യം എന്നുള്ളത്. അപ്പോൾ ഈ വിവരങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ നിരന്തരമായി ആക്രമിക്കുന്നു ഇറാൻ. അവരുടെ സംവിധാനങ്ങളെ ആക്രമിക്കുന്നു. പക്ഷേ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ മറ്റുള്ള സിവിലിയൻസിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളെയോ ആക്രമിക്കുന്നില്ല. എങ്കിൽ പോലും യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവും അല്ലെങ്കിൽ മറ്റുള്ള സാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അറേബ്യൻ രാജ്യങ്ങളുടെ മുമ്പോട്ട് പോക്ക് എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു ഉപഭോക്തൃ രാജ്യങ്ങളായ ഈ അറേബ്യൻ രാജ്യങ്ങൾ അതിന് തടസ്സമുണ്ടായാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. നിലവിൽ അവിടെ വിലക്കയറ്റമടക്കം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യേകിച്ചും എക്കോണമി എന്നുള്ളത്, ലോക എക്കോണമി എന്നുള്ളത് പലപ്പോഴും സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടും ഉള്ളത് ഈ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. ഒരുപാട് ഇന്ത്യക്കാരടക്കം ഈ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എങ്ങനെയാണോ സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ അതിന് തടസ്സം ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരു നിലക്കും യുദ്ധത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ, ഇറാൻ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ്. അവസാനം എപ്പോഴാണോ ഇതെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് പോലും ഇറാൻ കേപ്പബിൾ ആണ് എന്നതാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഇറാനുമായി സംസാരിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള വലിയ പ്രശ്നമുണ്ട്. കാരണം ഇവരുടെ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തുന്നതും അല്ലെങ്കിൽ ഈ വ്യോമത്താവളങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതുമൊക്കെ മുൻനിർത്തി അത് ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് കാര്യങ്ങളാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏതാണ്ട് കുറഞ്ഞു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക പറയുന്നുള്ളത്, അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് യുദ്ധം നടത്താനുള്ള ശേഷിയില്ല, ഞങ്ങൾ നിരന്തരമായി സഹായം തേടുകയാണ്, അവരെ സഖ്യകക്ഷികളാക്കാൻ പറ്റുന്ന രാജ്യങ്ങളല്ല എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തുടർന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോഴാണ് ഇവർ മറ്റുള്ള രാജ്യങ്ങൾ, കൊറിയയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നൊക്കെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും എത്ര ദിവസം ഇറാൻ ഈ ആക്രമണം തുടരുമെന്നറിയില്ല. പ്രത്യേകിച്ചും മറ്റൊന്ന്, ഈ കടലിൽ നടക്കുന്ന പേർഷ്യൻ കടലിടുക്കിൽ നടത്തുന്ന ഇറാന്റെ പ്രതികരണങ്ങൾ എന്നുള്ളത്, അത് ചരക്ക് കപ്പലുകളും എണ്ണ കപ്പലുകളും ഒക്കെ ഇറാൻ
അതിനെയൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഹോർമിസ് കടലിടുക്ക് ഏകദേശം അതിൻ്റെ സഞ്ചാരം പാത ഇറാൻ്റെ കയ്യിൽ അധീനതയിലാണുള്ളത്. അത് ഏകദേശം അവിടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെയോ ഈ ഇസ്രായേലിനെ അവരുമായി ബന്ധപ്പെട്ട കപ്പലുകളെ കണ്ടാൽ ഇറാൻ അതിനെ ആക്രമണം നടത്തുകയും വെടിവെക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമിക്കുകയും കടലിൽ മുക്കിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് കൂടുതൽ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് രാജ്യങ്ങളെ എത്തിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ ഇത്രയും വ്യോമാക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടും അവർ തിരിച്ച് ഇറാന് ഒരു ആക്രമണങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് അവർ ഇറാൻ്റെ ലക്ഷ്യം എന്നുള്ളത് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. തിരിച്ച് ഇറാന് നേരെ തിരിഞ്ഞാൽ വീണ്ടും അതൊരു സമഗ്രമായ യുദ്ധം നേരിടേണ്ട അവസ്ഥയിലേക്ക് പോകും. ഇത് സമ്പൂർണ്ണമായിട്ടുള്ള നാശമായിരിക്കും ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടാക്കുക. എങ്കിൽ പോലും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സിയോണിസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടുന്ന സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടികൾ എന്നുള്ളത്, ആ തിരിച്ചടികൾ ഉണ്ടായാൽ ഈ അറബ് രാജ്യങ്ങളെയും അത് ബാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്.